നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന ഫോണിൽ സാധാരണ ഉണ്ടാകുക ഒരു സിസ്റ്റം ലോഞ്ചർ. സിസ്റ്റം ലോഞ്ചർ ഏതാണ്ട് ഇതുപോലെ ഉണ്ടാകും. ഒരുവിധം ഫോണൊക്കെ ഇതുപോലെ ഉണ്ടാകുക. ഒരു ഹോം പേജ്, അതിന്റെ അടുത്ത് വേറൊരു പേജ്, പിന്നെ ഒരു ആപ്പ് ഡ്രോവർ, ഇങ്ങനെ ഉണ്ടാവും. എന്നാൽ വളരെ വെറൈറ്റി ആയിട്ടുള്ള സിമ്പിളായിട്ട് യൂസ് ചെയ്യാൻ കഴിയുന്ന, നമുക്ക് ബാറ്ററി ചാർജ് ഒക്കെ കൂടുതൽ നിൽക്കുന്ന ഒരു അടിപൊളി ലോഞ്ചർ, ലൈറ്റ് വെയിറ്റ് അടിപൊളി ലോഞ്ചർ. നമ്മളിന്ന് പരിചയപ്പെടുന്നത് അങ്ങനെ ഒരു ലോഞ്ചറാണ്. ഫ്ലോ ലോഞ്ചർ എന്ന് പറയുന്ന ഈ ലോഞ്ചറിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. നമുക്ക് ഈ ലോഞ്ചർ ഒന്ന് ഫോൺ സെറ്റ് ചെയ്തിട്ട് എങ്ങനെ ഉണ്ട് നോക്കുക. വീഡിയോ കണ്ടതിന് ശേഷം ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉപയോഗിക്കുക. ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. ഫ്ലോ ലോഞ്ചർ ഇൻസ്റ്റാൾ ചെയ്തിട്ട് അതൊന്ന് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്താൽ ഇങ്ങനെ കുറച്ച് ഇൻസ്ട്രക്ഷൻസ് വരും. ഇതിന്റെ ഫീച്ചറുകളൊക്കെയാണ്. ഏറോ മാർക്ക് കാണും. ഏറോ മാർക്ക് ക്ലിക്ക് ചെയ്ത് ലാസ്റ്റ് പേജിൽ 2 പെർമിഷൻ അലോ ചെയ്ത് കൊടുക്കണം. ആ 2 പെർമിഷൻ നമ്മൾ അലോ ചെയ്ത് കൊടുക്കുക. സെറ്റ് ആസ് ഡിഫാൾട്ട് ലോഞ്ചർ എന്നുള്ള ഇതുകൂടി എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ ലോഞ്ചർ ഇതായിട്ട് മാറി. ലോഞ്ചർ സെറ്റായി കഴിഞ്ഞ് ഇവിടെ നമുക്ക് ഇങ്ങനെ അതിന്റെ ഇന്റർഫേസ് വരിക. അവിടെ ടൈം ഉണ്ട്, സ്ക്രീൻ ടൈം കാണിക്കട്ടോ ഇതിൽ. അതായത് നമ്മൾ ഫോൺ എത്ര ഉപയോഗിച്ചു എന്നുള്ള ഒരു സ്ക്രീൻ ടൈമാണ് അത് കാണിക്കുന്നത്. പിന്നെ നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ഫേവറേറ്റ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് ഒക്കെ നമുക്ക് ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കുക. ആഡ് ഫേവറേറ്റ് എന്നുള്ള ഈ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് എന്തൊക്കെയാണോ നമുക്ക് വേണ്ടത് അതൊക്കെ അവിടെ ആഡ് ചെയ്ത് കൊടുക്കുക. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് 1-2 ആഡ് ചെയ്യാന്ന്. യൂട്യൂബ്, വാട്സപ്പ്, അങ്ങനെ കുറച്ചെണ്ണം ഞാൻ അവിടെ ആഡ് ചെയ്ത് ഇവിടെ നമ്മൾ പ്രധാനപ്പെട്ടൊക്കെ ആഡ് ചെയ്ത് അതൊക്കെ ഇവിടെ വന്ന്. ഇത് കംപ്ലീറ്റ് ഡാർക്ക് തീമിലായതുകൊണ്ട് നമുക്ക് ബാറ്ററിന്റെ ഉപയോഗം വളരെ കുറച്ചേ വരും. അത് കൂടാണ്ട് ഇതിന്റെ ആപ്ലിക്കേഷന്റെ ഐക്കണുകളും ഒക്കെ ഒരു ഡിഫറെന്റ് ടൈപ്പിലാണ് വരുന്നത്. നമ്മൾ മേലേക്ക് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ആപ്പ് ഡ്രോവർ ആപ്ലിക്കേഷൻസ് ഒക്കെ നമുക്ക് ഇവിടുന്ന് ആക്സസ് ചെയ്യാം. ഓരോന്നിന്റെ ഐക്കണും അതിന്റെ പേരായിട്ട് കാണിക്കുന്നുണ്ട്. അതുകൂടാണ്ട് ഇവിടെ മോസ്റ്റ് യൂസ്ഡ് എന്നുള്ളിടത്തിൽ നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നത് കാണിക്കും. പ്രൊഡക്ടിവിറ്റി അങ്ങനെ കാറ്റഗറി തിരിച്ചിട്ട് അവിടെയുണ്ട്. ഇനി നമ്മൾ ജസ്റ്റ് ഒന്ന് ഇടത്തോട്ട് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇവന്റ്സുകൾ, ടാസ്കുകളും ഒക്കെ നമുക്ക് ആഡ് ചെയ്ത് വെക്കാം. അത് കൂടാണ്ട് ഓരോന്നും എത്ര ടൈം ഉപയോഗിച്ചു എന്നുള്ള അതും ഇവിടെ കാണിക്കട്ടോ. ഇനി ഇതിലുള്ളൊരു പ്രത്യേകത എന്താ വെച്ചാൽ ഫോക്കസ് മോഡ് ഉണ്ട് കേട്ടോ ഇതിന്. ഈ ഫോക്കസ് മോഡിൽ നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ ആപ്ലിക്കേഷനും അല്ലെങ്കിൽ ഫോൺ എത്ര ടൈം ഉപയോഗിക്കണമെന്ന് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ടൈം കഴിഞ്ഞാൽ ഫോൺ ഓട്ടോമാറ്റിക്കായിട്ട് സ്റ്റോപ്പ് ആവും. അതുകൊണ്ടുള്ള ഗുണം എന്താ വെച്ചാൽ നമുക്ക് ഫോണിന്റെ ഉപയോഗം വളരെ കുറയ്ക്കാനും കഴിയും. അടിപൊളി പരിപാടിയാണ്. അതുകൂടാണ്ട് ഇവിടെ മെസ്സേജിങ്, കോളും ഒക്കെ ഇവിടെ താഴെ ബട്ടൺസ് ഉണ്ട്. ഈ താഴെ ഇവിടുന്ന് കോളിലേക്ക് ഡയറക്റ്റ് പോവാം. അതുപോലെ മെസ്സേജിലേക്കും നമുക്ക് ഇവിടുന്ന് ഡയറക്റ്റ് പോവാം. ഇനി നിങ്ങൾക്ക് ഇത് വേണ്ടാന്ന് തോന്നുന്നേരം, ഇത് മാറ്റണം, പഴയ സിസ്റ്റം ലോഞ്ചർ തന്നെ മതി എന്ന് തോന്നുന്നേരം ഇവിടെ ഹോം ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഡിഫാൾട്ട് ലോഞ്ചർ സിസ്റ്റം ലോഞ്ചറിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ ലോഞ്ചർ സിസ്റ്റം ലോഞ്ചറായിട്ട് മാറുകയും ചെയ്യും പഴയതുപോലെ. അടിപൊളി. എന്തായാലും ഉപയോഗിക്കാൻ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ലോഞ്ചറാണ് ഈ ഫ്ലോ ലോഞ്ചർ. ആവശ്യക്കാർ ഉപയോഗിച്ച് നോക്കുക. ഉപയോഗിച്ചിട്ട് അഭിപ്രായം അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ട് ഒരു ലൈക്കും കൊടുത്തേക്ക്. പാവം നമുക്കൊരു ബൂസ്റ്റ് ആയിക്കോട്ടെ. നമുക്ക് അടുത്ത വീഡിയോയിൽ നല്ല സെഗ്മെന്റ് കാണാം. നിങ്ങളുടെ സ്വന്തം മുത്തൂസ് മെപ്പയ്യൂർ. താങ്ക് യു സോ മച്ച്.